ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് മാസ്റ്റർ 3D എന്നൊരു മൈൻക്രാഫ്റ്റിന്റെ സബ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. കാരണം നമ്മളുടെ മൈൻക്രാഫ്റ്റ് ട്രയൽ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടുണ്ടോ. സോ ഇതാണ് നമ്മളുടെ വേൾഡ്. സോ ഇത് നമുക്ക് ഇനി എന്തായാലും നേരെ നമുക്ക് സർവൈവലിലോട്ടാക്കാം. സോ ഇതിനകത്ത് ഞാനൊരു വീടൊക്കെ വേണ്ട, അത് എന്തായാലും നിങ്ങൾ കാണണം. ആൻഡ് സോ ഗൈസ്, പിന്നെ നമ്മൾ ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾക്ക് കുറച്ച് എക്സാംസ് ഒക്കെ വന്നു. ആൻഡ് ഏകദേശം നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് ഇപ്പം. സോ എന്തായാലും നമുക്ക് ഇനി നമ്മൾ പറ വീഡിയോസ് ഇടുന്നതായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആൻഡ് ദെൻ അതിനുശേഷം നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ നമുക്ക് എന്തായാലും പ്ലേ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ലോഡായി വരാൻ നമുക്ക് ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, അപ്പം നമ്മളുടെ വീട് ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? കിടിലല്ലേ? ഓക്കെ, സ്വാഗതിച്ച് ലാവയൊക്കെയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് മാറ്റണം. ഓക്കെ, കുറച്ച് അതിനകത്ത് വെച്ച് ലാവയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ട് നമുക്ക് അതിന് കുറച്ച് സാൻഡ് വേണം. നമുക്ക് 5 സാൻഡ് ഉണ്ട്, ചിലപ്പോൾ അത്ര മതിയായിരിക്കും. സോ ഇത് നമ്മൾ ക്രിയേറ്റീവിൽ ബിൽഡ് ചെയ്തിടണമുണ്ടോ, അതുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ. ഓക്കെ, ഒരെണ്ണം കൂടി. എന്തായാലും ഇവിടുത്തെ വില്ലേജ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും പതുക്കെ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങാം. ആൻഡ് സോ സോംബി അല്ലേ ആ കടന്ന് മരണത് അല്ലേ, അതൊക്കെ സാധിച്ചിട്ട് നമുക്കപ്പം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളൊരു പെയിന്റിങ് ആണ് കേട്ടോ. ആൻഡ് ദെൻ അടുത്ത് നമുക്ക് അവിടെ കുറച്ച് ജസ്റ്റ് ഒരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. അല്ല സോറി, മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇവിടെ ചെസ്റ്റ് വെക്കോളം 3 റോയാണ്. അതിനുശേഷം ഇവിടെ ഒരു പെയിന്റിങ്, പിന്നെ ഇവിടെ മറ്റേ വെപ്പന്റെ സംഭവം, പിന്നെ 2 ബെഡ്, പിന്നെ താഴോട്ട് നമുക്ക് കുറച്ച് വഴിയുണ്ട്. സോ അത് വലുതായിട്ട് അതിനകത്തൊന്നും ഇല്ല, ജസ്റ്റ് ചുമ്മാ വെച്ചേക്കുന്ന അത്രേ ഉള്ളൂ. ഇവിടെ 2 സംഭവമുണ്ട്, ഇവിടെ കുറച്ച് 3 ബെഡുണ്ട്. ഇവിടെ നമുക്ക് അലങ്കരിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ വെക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ കാണാം, നമുക്കിപ്പം അവിടെ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഗൈസ് അവിടെയൊക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറച്ച് ഫർണസ് ഒക്കെ വെക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് അപ്ഡേറ്റ് അങ്ങ് ചെയ്ത് തുടങ്ങാം. സോറി അപ്ഡേറ്റ് ഇല്ല, നമുക്ക് പ്രോഗ്രസ് ആയി തുടങ്ങാം. സോ പ്രോഗ്രസ് ആയി തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യമേ നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാം. സോ ഫുഡ് കളക്ട് ചെയ്യാൻ നമുക്ക് വില്ലേജിലുള്ള വേറെ എവിടെ പോകാനാണ് ഗൈസ്. സോ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു 3 കിട്ടി. ഇത് ഫുള്ള് നമുക്കങ്ങ് എടുത്തിട്ട് ബാക്കി വരുന്ന ഫുഡ് നമുക്ക് എടുത്ത് കൈ വെക്കാം. ഓക്കെ, നമുക്കിതങ്ങ് ഹാർവെസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഒരെണ്ണം മറ്റേ കൈ പോയി, അത് നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ, ഇത് ക്യാരറ്റ് കണ്ടോന്ന് ചാടിയതാണ് ഗൈസ്. സോറി ബ്രോ, പ്രശ്നം ക്യാരറ്റ്. ഓ എടാ, എൻഡറായി അല്ലേ ഇത്? എൻഡറായി അല്ലേ? സോറി, എൻഡർ പേൾ. ഓക്കെ, എൻഡർ പേൾ. ഓ ഗൈസ്, ഇതാണ് നമ്മളുടെ വില്ലേജർ ട്രേഡിംഗ് ഫാമിന്റെ ഒരു കൺസെപ്റ്റ്. ഇതൊക്കെ തന്നെയാണ്. സോ ഓ എടാ, നമ്മൾ എൻഡർ പേൾ എടുത്ത് ഞെക്കിയതാ, ഞാൻ മറന്നു ഏകദേശം എടുത്ത് അകത്ത് വെക്കാൻ. നമുക്ക് ഫ്രീ ഹാൻഡ് ഇല്ലേ, ഇതൊന്ന് വെട്ടി നമ്മൾ സെറ്റ് ആക്കട്ടെ. സോ ഗൈസ്, അപ്പം നമ്മളെ 7 ബുഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓ ഗൈസ്, ഇത് കണ്ടോ, നമ്മളുടെ വീട് ഇവിടുന്ന് നോക്കുമ്പോൾ മോനൊക്കെ ഇതിൽ ലുക്ക് കേട്ടോ, പിരമിഡൊക്കെ പോലെ ഉണ്ട്. സോ ആൻഡ് ദെൻ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് മറ്റേ സാധനം ഇതെന്താണ്, ഇത് മറ്റേ സാധനമല്ലേ. ഓക്കെ, സോ നമുക്ക് ഇനി നമ്മളുടെ വുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് നമുക്ക് നമ്മളുടെ ഇത് ഇങ്ങോട്ട് വെക്കാം. 28 ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം, 10 ആക്കാം നമുക്കിത്. ക്രാഫ്റ്റിംഗ് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കിട്ടി. ആൻഡ് ക്രാഫ്റ്റിംഗ് ടേബിളോടെ വെക്കാം, നമുക്ക് കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരാക്സ്. ഓക്കെ,
മാറണം മോനെ, ഇടയ്ക്ക് കയറി നിൽക്കില്ലേ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ആക്സിൻ്റെ പവർ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സോഡും കൂടി അങ്ങ് ഓണാക്കാം. ഇത് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഈ സാൻഡ് അങ്ങ് എടുക്കണം. സാൻഡ് പോട്ടെ, നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കണം. നമുക്ക് ക്രാഫ്റ്റിംഗ് അവിടെ തുറക്കാനും കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ ക്രോപ്സ് ഒക്കെ സെറ്റ് ആയിരുന്നോളും. സോ ദെൻ നമുക്ക് കുറച്ച് കേവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതിനൊന്ന് നമുക്ക് കുറച്ച് മരം ഇച്ചിരി കൂടുതൽ കെട്ടണം. സോ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റോൺ വേണ്ടി. ഓക്കെ, സോ അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്. സോ ദെൻ നമുക്ക് നേരെ നമ്മൾ കുറച്ച് കേവിലോട്ട് ഇറങ്ങണോ എന്നൊരു ഡൗട്ട്. കോൾ അവിടെ കിടക്കട്ടെ, നമുക്കിപ്പം കോളിൻ്റെ ആവശ്യം വരുന്നില്ല എന്തായാലും. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതങ്ങ് മൈൻഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ അടുത്തൊരു അപ്ഗ്രഡേഷൻ അങ്ങ് തുടങ്ങിയാലോ. ഓക്കെ, ഇതിനകത്തങ്ങനെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. മറ്റേ സംഭവം അൺഡോക്ഡ് എന്നും പറഞ്ഞ്. ബട്ട് നമുക്ക് എന്തായാലും തണ്ടറാടാ കേട്ടത്. നിങ്ങൾ കേട്ടോ? പക്ഷെ ഞാൻ കേട്ടോ, നല്ല സൗണ്ട് കേട്ട് എന്നെ ചെവി അടിച്ചു പോയി. തണ്ടർ പക്ഷെ നമ്മളെ ദേഹത്ത് അടിക്കായിരുന്നു മതിയായിരുന്നു. നമ്മളെ വീട് അവിടുത്തെ ലുക്ക് കണ്ടോ ഗൈസ്? ഓഫ് മോനെ ലുക്ക്. നമ്മൾ അങ്ങനെയാണ് വീട് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. മാറ്റണമെന്നുണ്ടോ? മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് മാറ്റാം. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു വീടൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ. ആൻഡ് ഗൈസ് നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും നമ്മുടെ FC മൊബൈലൊക്കെ വരുന്നത്. ചിലപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും FC മൊബൈൽ വരുന്നത്. പറയാൻ പറ്റില്ല. സോ ചിലപ്പം നമ്മൾ FC മൊബൈലിൽ നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സോ നിങ്ങളെല്ലാവരും അറിഞ്ഞാണോ അപ്ഡേറ്റ് വേണ്ടതുണ്ട് ഇങ്ങോട്ട് പോകണ്ട. സോ നമുക്ക് കോൾ അങ്ങ് മൈൻഡ് ചെയ്ത് തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് കോൾ മൈൻഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കോൾ മൈൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. സോ കോൾ മൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ക്രാഫ്റ്റിംഗ് ടേബിളിൽ വന്നേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ നമ്മളുടെ ഇതിനകത്ത് 25 എണ്ണം ഉണ്ട്. സോ ഓരോ നമ്മളുടെ പുതിയ സാധനം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സെറ്റ്. രാത്രിയാണ്, നമുക്ക് വീട്ടിൽ പോയാലോ? എന്തായാലും വീട്ടിൽ പോട്ടെ. ഓക്കെ, നമുക്ക് ഓടാം. സ്പൈഡറല്ലേ പോകണത്? സ്കെലിട്ടനല്ലേ നടക്കുന്നത്? നമുക്ക് ഓടി. ടെമ്പിളാണോ അത് ടെമ്പിളാട്ടോ. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. ടെമ്പിൾ മാത്രമല്ല, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണം. സോ ഇത് നമ്മളുടെ എന്താ പറയുക, ഹസ്ക് കണ്ടോ? ഹസ്കൊക്കെ നിൽപ്പുണ്ടോണേ. പിന്നെ ഓക്കെ, കഥ അടച്ചേക്കാം. കിടന്നുറങ്ങിയേക്കാം. സോ നമ്മളെ വീട് കാണാനൊക്കെ ഭയങ്കര ലുക്കാണ് കേട്ടോ. നമുക്ക് മേളിലോട്ട് വേണമെങ്കിൽ ഇതൊക്കെ പണിയാം. നമുക്കതൊക്കെ നോക്കാം. 64 ബ്ലോക്സ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് എന്നാലേ ഒരു ചെസ്റ്റ് അങ്ങ് പണിഞ്ഞിറക്കിയാലോ. നമ്മുടെ ചെസ്റ്റ് എന്താ പണിഞ്ഞാൻ പറ്റാത്തത്? ക്രാഫ്റ്റിംഗ് ടേബിളിൽ പണിയാണോടാ. ഓക്കെ, പക്ഷെ എനിക്ക് ഒരു ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഫർണസും വേണമെങ്കിൽ പണിയുണ്ട്. ഫർണസ് ചോദിക്കട്ടെ, നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ. എത്രയും മതി. നമുക്ക് 3 ചെസ്റ്റ് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ഇതിന് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ വെപ്പണൊക്കെ വെക്കുന്നുണ്ട്.
ഇതൊക്കെ വെക്കുന്നതായിരിക്കും. സോ അടുത്ത നമ്മളുടെ ഫർണസ് ആണ്. സോ ഫർണസ് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ 3 ഫർണസും വെക്കാം. ആൻഡ് സോ നമ്മളുടെ ഇപ്പോഴത്തെ അച്ചീവ്മെന്റ് ഒക്കെ, അതായത് വെപ്പൺസ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത്. അതായത് വെപ്പൺസ് നമ്മൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വെപ്പൺസ് എന്നുള്ള സ്ഥലം ഇതാണ്. സോ ഈ വെപ്പണിന്റെ സൈഡിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള സ്റ്റോൺ അല്ല, നമുക്ക് ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് വെക്കാം. സോ അതർ ഗുഡ്സ് ആണ് നമ്മൾ അപ്പുറത്തായിട്ട് വെക്കുന്നത്. ഇത് മൈൻസ് ആണ്. സോ അപ്പുറത്ത് മൈൻസിന്റെ കുറച്ച് സംഭവങ്ങൾ വെക്കും. ആഫ്റ്റർ ദാറ്റ് ഓക്കെ, നമുക്ക് ഇനി നേരെ നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. സോ നമുക്ക് കോൾ മൈൻ ചെയ്തിങ്ങ് വരണം. നമുക്ക് നോടാം. രാവിലെ 2 ദിവസം ഓടിയൊക്കെ വേണ്ടേ? ഓക്കെ. അയ്യോ ഓക്കെ, കോള് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. നല്ല രീതിക്ക് കോള് കിട്ടിയാൽ എത്രയുള്ള നമ്മളുടെ പരിപാടി. ഇവിടെ അങ്ങോട്ടല്ലായിരുന്നു. ഇവിടൊക്കെയോ ആയിരുന്നു. ഇനി ഇവിടെ കണ്ടയാണ് കോള്. അതുകൊണ്ടാണ് കുറച്ച് കോള് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ കണ്ട ആ കോള് ഞാൻ കിടക്കില്ല കേട്ടോ. വെള്ളത്തിന്റെ അടുത്താണ് ആ കോള്. സോ ഇവിടെ എവിടെയോ ആ കോള് കിടപ്പുണ്ട്. ദാണ്ട് ഇതിന്റെ പൊളിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പണിഞ്ഞെന്ന് മനസ്സിലായത്. സേഫായിട്ട് അവിടെ നിൽക്കാനാണ്. നമുക്കിപ്പം വലിയ ഉപയോഗമൊന്നുമില്ല. നമുക്ക് ഈ ബ്ലോക്സ് പണിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ്ലി അതങ്ങ് മാറ്റാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മളാ പണി ചെയ്തില്ല. കുഴപ്പമില്ല. കോൾ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. 7-8 എണ്ണം കിട്ടിയാൽ നമുക്കിനി സ്റ്റിക്കാണ് ആവശ്യം. കാരണം സ്റ്റിക്ക് വെച്ചാണ് നമുക്ക് ഇങ്ങനെ പോകുന്ന കളി എല്ലാം വരുന്നത്. അവിടെ ഇത്രയും കോളേ ഉള്ളെന്ന് തോന്നാം കേട്ടോ. ഇവിടെ ഇത്രയും കോളേ കാണത്തുള്ളൂ. ഇവിടുന്ന് തന്നെ 14 കോൾ കിട്ടി. പണിയും കിട്ടി. നമുക്ക് ഇച്ചിരി റിസ്ക് ഉള്ള സ്ഥലങ്ങളാണ് അത്. സോ അതങ്ങ് പോയി. ഇവിടെ നമുക്ക് വെള്ളം എടുക്കാനൊക്കെ വരാം കേട്ടോ. ഓക്കെ, സോ ഇതും കൂടിയാണ് മൈൻ. ഏകദേശം നമ്മൾ മൈൻ ചെയ്ത് തീരാറായി. 20 കോളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓക്കെ. ഇനി അങ്ങോട്ടും കൂടി കിടപ്പുണ്ടോ. അത്രയ്ക്ക് 20, 26, 30 എണ്ണം കിട്ടണ്ടേ? 30 കിട്ടി. 30 കിട്ടി. 30 എണ്ണം നമുക്ക് കിട്ടി. സോ അത് വിട്. നമുക്ക് അടുത്തതിനകത്തോട്ട് പോവാം. നമ്മളെ സോഡ് എന്ത് ചെയ്യടാ? നിക്കടാ. നമ്മളുടെ സോഡ് കിടക്കുന്നു. പിക്കാക്സ് എടുത്ത് അകത്ത് വെച്ചില്ല. കുഴപ്പമില്ല. ഞാൻ ടെമ്പിളിലോട്ട് ഇപ്പം കയറണം. പക്ഷെ ഞാൻ പറയുന്നു കയറണം. പക്ഷെ എന്താണ് നമുക്കൊരു വരാം. കയറി നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. ഇതിന്റെ എപ്പോഴും വെയിറ്റ് നമ്മൾ ഇതായിരിക്കും. അത് കുത്തുക. നമ്മൾ നേരെയുള്ള വഴിയൊന്നും കയറി പോകരുത്. പക്ഷേ നേരെയുള്ള വഴി കയറി പോയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ? ഇങ്ങനെ മൈൻഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക. അതവിടെ നിൽക്കട്ടെ കേട്ടോ. അവിടെ ഇച്ചിരി പണിയാണ്. ഇത് നമുക്ക് മേലോട്ട് ഉള്ള വഴിയാണ്. ഞാൻ വേറെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. അയ്യോ, എനിക്കൊരു പേടി.
താഴെ പോയാലും നമുക്കൊരു കാര്യം, നമുക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോവാം. ചത്ത് എടാ, നമുക്ക് അയൺ വരെ കിട്ടിക്കഴിഞ്ഞ്. അതാണ് നിങ്ങൾ പറയുന്നത്. എടാ, ഇത് അപ്ഡേറ്റഡ് അല്ല കേട്ടോ, ഇത് നമുക്ക് മറ്റേ കട്ടക്കട്ട അയണാണ് കിട്ടുന്നത്. നമുക്ക് അയൺ കഴിഞ്ഞാൽ നമ്മൾ അയണിന്റെ അച്ചീവ്മെന്റ് എത്തിക്കഴിഞ്ഞ്. പക്ഷെ ഇതിന്റെ മണ്ടക്കോട്ട് നമ്മളിനി കയറണം കേട്ടോ, അതായത് ടാസ്ക്കാണ്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ കലക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുതിയ വീടൊക്കെ സെറ്റായി. അതിനുശേഷം നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പൊ അയൺ കിട്ടി. അതിന് മുമ്പ് നമുക്ക് സ്റ്റോൺ കിട്ടി. അതിന്റെ നമുക്ക് അയൺ കിട്ടി. അതിന് മുമ്പ് നമുക്ക് മറ്റേ ഇത് കോള് കിട്ടിയായിരുന്നു. സോ അതിന് മുമ്പ് നമുക്ക് സ്റ്റോൺ ആയിരുന്നു കിട്ടിയത്. നമ്മൾ പെട്ടെന്നൊരു എനിക്കൊന്നൊരു 10 മിനിറ്റ് ആയില്ല, ഒരു 5-6 മിനിറ്റ് ആയതുള്ളൂ. നമുക്ക് അതിനിടയ്ക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇതെല്ലാം പോകാൻ 5 മിനിറ്റ് പോലും വേണ്ട. അതാണ് എനിക്കൊരു ഡൗട്ട്. ഒരു ക്രീപ്പർ വന്നാൽ പൊട്ടിത്തീരുന്ന പ്രശ്നമുള്ളൂ. എനിക്കതാണൊരു പേടി. നമ്മുടെ ഹങ്കർ ലെവലൊക്കെ ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കോളിൻ്റെ സമയത്ത്. അല്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇത്ര നമ്മളെ ഫുഡ് നമുക്ക് വിശപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറേ ഉണ്ടല്ലേ. പക്ഷെ ഇതിന്റെ മേളിലോട്ട് പോകുന്ന ടാസ്ക് ആണല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നേ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് കോൾ ഇല്ല കയ്യിൽ വെച്ച് നമുക്ക് ഒന്നെങ്കിൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് പോകാനായിട്ട് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ച് സാധനങ്ങളങ്ങ് മൈൻഡ് ചെയ്തെടുത്താൽ പോലെ. നമുക്ക് ഇതിൻ്റെ കൂടെ ഇതാകുമ്പോൾ ഇതും കിട്ടും. അയൺ കുറച്ചിത് മൈൻഡ് ചെയ്തെടുത്ത് പറ്റും. കഴിഞ്ഞില്ലേ പണി? നമ്മളുടെ കയ്യിൽ ഇച്ചിരി 10, നമുക്ക് 10 പോരാ. നമുക്ക് ഇച്ചിരി കൂടുതൽ ഇത് വേണം കേട്ടോ. ഇത് നമുക്ക് ഇരുട്ടിലേക്ക് പോകുന്ന എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. വലിയ സീനൊന്നുമില്ലെന്ന് തോന്നി. നമുക്കിപ്പോൾ എത്ര 21 പോരാ. സർവൈസ്. അപ്പം നമ്മളിനി ചാടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സിറ്റ് എവിടാന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഇതേതാ വഴി? ഈ വഴിയല്ല നമ്മൾ വന്നേ. പൈസ ഇതിൽ പണി കിട്ടിയല്ലോ. നാണ്ട വഴി. പക്ഷെ ഇത് നമ്മൾ സെറ്റാക്കിയതാ കേട്ടോ. അയ്യോ, പണി കിട്ടി. എന്തിനാ നമ്മളിങ്ങനെ പേടിച്ചു തുടങ്ങി? പേടിച്ച് ഓടിക്കും. അമ്മച്ചി, പണി കിട്ടി. നമുക്ക് എന്തോ പോഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പോഷൻ അടിച്ചിട്ട് നിങ്ങൾ ആ റൈറ്റ് കോർണറിനൊക്കെ ഒരു ചിക്കൻ്റെ പടമൊക്കെ വന്നിട്ടുണ്ടോ? പോഷനാ. നമുക്ക് ചിക്കൻ തിന്നാനുള്ള തരയല്ല. അമ്മച്ചി, പോഷൻ. അതാണോ പോഷൻ അടിക്കുന്നുണ്ടോ? പണി കിട്ടിയല്ലോ. എനിക്ക് നോക്കട്ടെ എന്ത് സംഭവം. ഹങ്കർ. ഓക്കെ, ഹങ്കർ പോയിസൺ ആട്ടോ. അകത്തും തീരും. ഫുഡ് കഴിച്ചാൽ തീരുന്ന പ്രശ്നമില്ല. നമ്മൾ ഏതൊക്കെ കൂടുന്നു. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്കേ കുറച്ച് ഫർണസ് ഉണ്ടാക്കണം ആദ്യമേ. 2
രണ്ടെണ്ണം, ഒരെണ്ണം കൂടി. അത് കഴിഞ്ഞിട്ടേ വേറെന്തോ സ്റ്റിക്ക് ഇതിനകത്തില്ല. 14 സ്റ്റിക്ക് ഉണ്ടാക്കണം നമുക്ക്. നമ്മളുടെ കോള് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. സോ നമുക്ക് അടുത്ത ഫർണസ് 2 താഴെക്കണം. 1 2. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള പണി എന്താണെന്നറിയാവോ? 2 ക്രാഫ്റ്റിംഗ് ടേബിൾ താണ്ട് കിടക്കുന്നു. അത് നമുക്ക് ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട്. അത് ചരിഞ്ഞ് വെട്ടണം ഞാൻ. ഓക്കെ. അതിൻ്റെ ലാസ്റ്റത്തെ നമ്മളുടെ സാധനം ഓക്കെ. സോ ഇത് എത്ര സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫർണസ് നമുക്ക് 17 എണ്ണം ഉണ്ട്. 17 എണ്ണം കിട്ടാം. കോള് 17 എന്തായാലും യൂസ് ആകത്തില്ല. സോ എനിക്ക് തോന്നുന്നു കോൾ ഇടുന്നതിനെക്കാട്ടി ഭേദമേ നമ്മളൊരു വുഡില്ലേ, അത് ഷുവറായിട്ട് എത്ര ഓടുമെന്ന് നോക്കാം. നമുക്ക് മരം വെട്ടിയാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് കോൾ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. നമുക്ക് കോള് മൊത്തം ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്. നമ്മളുടെ മൈൻസിനകത്താണ് മിക്കവാറും ഇതുകൊണ്ട് വെക്കാൻ പോകുന്നത്. 60 ഇത്രയും വെപ്പണിനകത്താണ് നമ്മളെ മൈൻസിനകത്ത് മൈൻ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ പിക്കാക്സ് നമുക്ക് അയൺ വരുന്നുണ്ട്. അയൺ പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അത് തന്നെ നമുക്ക് അത് തുടങ്ങാം എന്തായാലും. ഓക്കെ, നമുക്ക് ആ അയൺ പിക്കാക്സ് വരുന്നുണ്ട്. ഓക്കെ, സംഭവം എത്രയാണ് നോക്കട്ടെ. ഓക്കെ, 6 ഇങ്ങോട്ടായി കഴിഞ്ഞ കേട്ടോ. റെസ്പോൺസ് പോയിന്റ് സെറ്റ്. ഓക്കെ, സോ നമുക്ക് വെപ്പൺസിനകത്ത് സ്റ്റോൺ വേണ്ടേ. പിന്നെ നമുക്ക് നല്ല സോഡും കഴിഞ്ഞ് പിന്നെ ഇത്ര ഉള്ളല്ലോ, ഇത് മതി ഗൈസ്. നമുക്ക് ഇനി വെപ്പൺസിനകത്ത് കുറച്ച് സാധനം കയറുന്നുണ്ട്. സോ പിക്കാക്സ് അയൻ്റെ എന്തായാലും ഇപ്പം തീരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് അവിടെ കിടക്കട്ടെ. അല്ലല്ല, നമുക്ക് ഇത് വേണമല്ലോ. ഇതും വേണ്ടി വരും. ഇത് നമുക്ക് ഇതെല്ലാം ഇരിക്കട്ടെ, ആവശ്യമില്ല. ഗുഡ്സിനകത്ത് അല്ല, നമുക്ക് വെപ്പൺ അല്ല മൈൻസ് എന്ത് ചെയ്യും? ഓക്കെ, മൈൻസ്. ഓക്കെ, മൈൻസിനകത്തോടെ നമുക്ക് ഇതെല്ലാം എടുത്ത് വെക്കാം. ഇത് ടെറാക്കോട്ട. അതെന്താണ് ചോദിച്ചത്? പക്ഷെ അതെന്താണെന്ന് നല്ല കാര്യം പറയണം കേട്ടോ. ഓറഞ്ച് ടെറാക്കോട്ട. ഓക്കെ, നമ്മുടെ ഫർണസ് ബേണായി തീർന്ന 3 എണ്ണം കൂടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് തടി വെട്ടിക്കൊണ്ടുവരാം. നമുക്ക് ഒരു ഫാം സെറ്റ് ആക്കണം കേട്ടോ. അത് നമ്മളുടെ ഫാം സെറ്റാക്കാം. അതൊക്കെ ഫാമൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനൊന്നും പണിയില്ല. നമുക്ക് അടുത്ത ടെമ്പിള് സെറ്റാക്കാൻ പോകണോ അതോ ഫാം സെറ്റാക്കണോ? ഫാം നമുക്ക് സെറ്റാക്കണമെന്നില്ലടാ. കാരണം നമ്മുടെ ഫാമിന് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് കിടപ്പുണ്ട്. എന്താ കോഴിക്കോടോ? അതെ, ഇതെന്താ വീടാണ് കേട്ടോ. രാജ്യം മിക്കവാറും നമുക്ക് ഇങ്ങനൊരു വീട് നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളുടെ ഷോർട്സിനകത്ത് ഫസ്റ്റ് 1K അടിച്ചത് ഇങ്ങനൊരു വീടിനാണ് കേട്ടോ. ഇങ്ങനൊരു വീടെന്ന് വെച്ചാൽ ഈ വീടിനാണ്. നമുക്ക് ഇങ്ങനൊരു വീടിനകത്താണ് നമ്മളുടെ ഫർണസിനകത്ത് നമ്മളുടെ കുക്കിംഗ് സംഭവം നമ്മൾ ഇട്ടത്. സോ അതവിടെ വേറെ. സോ അതിനകത്താണ് നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടായിരുന്നത്. സോ നമുക്ക് അടുത്ത ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയാലോ ഗൈസ്? അടിച്ച മോനോട്ടം നമുക്ക് രാവിലെ ഒന്ന് തോന്നണ്ടേ. നമ്മളിട്ട് അടുത്ത ടെമ്പിൾ അപ്പുറത്ത് കിടപ്പുണ്ട്. സോ അത് നമുക്ക് വിസിറ്റ് ചെയ്യാം. എന്തായാലും 2 പശുവിനെയും വെട്ടിയാലോ? അതിന് നമുക്ക് കുറച്ച് മരം വെട്ടണം. പശുവിനെ വെട്ടുന്നതിന് കാര്യം നമുക്ക് മരം വെട്ടാം. നമ്മൾ ഇതല്ലേ വിസിറ്റ് ചെയ്ത്. ഇതിന് നടുക്കുണ്ടാ, അതിന് നടുക്കൊരെണ്ണമുണ്ട്.
ഇത് നമ്മള് ഇത് ചെയ്യണം തോന്നുന്നു. ഇപ്പൊ ഒരെണ്ണത്തിൽ നമ്മള് കേറി ഇത് ഇത് നമ്മളെ പെടുത്താനുള്ള പണിയാട്ടോ. സോ നമ്മളവന്മാരുടെ ഇതിലൊന്നും പെടത്തില്ല. കണ്ട ഗൈസ്, ഇതവന്മാരുടെ പണിയാ. ഇങ്ങനെയുള്ള പണി പലതും നമ്മൾ കണ്ടയാ. അവന്മാര് നമ്മക്കിട്ട് പണിയാൻ നടക്കുക. പക്ഷെ അടയ്ക്കുന്ന നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലമില്ലടാ. ഗൈസ്, ഇത് 2 ടെമ്പിൾ, ഇത് ഒറ്റ ടെമ്പിൾ ആട്ടോ. അജി ഇതാ കിടക്കുന്ന അടുത്തിട്ട്. ഇതെല്ലാം ഒറ്റ ടെമ്പിളാണ്. ഈ വഴി നമ്മൾ പോയതാ. ഈ വഴി ചെന്നാലും ആ വഴി എത്തത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തിനാണ് ഇതൊക്കെ? നമ്മൾ നേരെ പോയിട്ട് ടെമ്പിളില്ലാതെ അയൺ കിട്ടത്തില്ലായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങ് താഴെ ഒരു പ്രാവശ്യം ഇറങ്ങണം ഒന്നും കൂടി. നമുക്ക് കുറച്ച് വുഡ് വേണം. എത്രണ്ണമായി? 7 എണ്ണം, 8 എണ്ണം. അപ്പൊ നമ്മളുടെ വീട് എന്തായാലും അടുത്തൊരു ഡേയും കൂടി കഴിയുമ്പോൾ നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം. സോ 10 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 എണ്ണം നമുക്കേ ഇതിലോട്ട് മാറ്റാം. 10 എണ്ണം അല്ലടാ, 10ഒന്നുമില്ല, 40 എണ്ണം കിട്ടി. ഓക്കെ, 40 ഇതുണ്ട് നമ്മളുടെ. സോ നമുക്ക് നമ്മളെ അയൺ കുറച്ച് കൂടുതലുണ്ട്. നമ്മളെ കൂടുതലല്ല, അത്യാവശ്യത്തിന് അയൺ ഉണ്ട്. സോ നമുക്ക് അയൺ വെച്ച് വെപ്പണിന്റെ അപ്ഗ്രേഡ് ചെയ്യാനതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ബക്കറ്റ് കൊണ്ട് ബക്കറ്റിൽ നിന്ന് നമുക്ക് അയൺ ഇനി കിട്ടാൻ ചാൻസ് കുറവാണ്. സോ നമുക്ക് ഈ ഒരു നൈറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. സോ ഈ ഒരു നൈറ്റിൽ നമുക്ക് നിർത്താം. സോ അതുവരെ നമുക്ക് നല്ലൊരു പണി, എന്തെങ്കിലും ഒരു കിഡിലോസ്കി പണി ചെയ്യാം. സോ നമ്മള് 40 എണ്ണം ഉണ്ട്. വെപ്പൺസിനകത്ത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സോ നമ്മളുടെ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഇതിരിക്കട്ടെ. നമുക്ക് ഈ ഒരു സംഭവം നമ്മളുടെ കയ്യിൽ ഇരിക്കട്ടെ കേട്ടോ. ടോർച്ച് ഞാൻ എടുത്തതിന് ആവശ്യമുണ്ട്. സോ അതിന് നമ്മൾ അങ്ങോട്ട് പോകാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം ടോർച്ച് വേണ്ട നമുക്ക്. അല്ല കാരണം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് മൈൻഡ് ചെയ്യാം. അതോ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. കുറച്ച് സംഭവം നമുക്ക് ചെയ്യാനുണ്ട്. സോ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. നമുക്കൊരു വില്ലേജ് ബിൽഡിംഗ് ഫാം അത്യാവശ്യമായിട്ട് എടുക്കണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഈ വില്ലേജിനകത്ത് അയൺകളും ഇല്ല. നമുക്ക് പിന്നെ ഒരു പിഗ് ഫാമും പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് ഫാം സെറ്റാക്കണം. പിന്നെ ചിക്കൻ ഫാം സെറ്റാക്കണം. സോ നമുക്ക് എഗ്ഗും കിട്ടും, പിന്നെ നമുക്ക് നമ്മളെ ആൾക്കാരെയും കിട്ടും. ലെതറൊക്കെ നമുക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ കൗ ഫാം ഒക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളെ ഇരുട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലേ? ഇവിടെ അങ്ങോട്ടൊക്കെ ഇരുട്ടുണ്ട്. എന്റെ ഇടക്കിടക്ക് വേറെന്തോ സൗണ്ടൊക്കെ. ഓക്കെ, നമ്മളെ കോൺക്വർ ചെയ്തു എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഈ ടോർച്ച് എടുക്കുന്നത്. സോ ഇപ്പൊ നിങ്ങളെങ്ങാനും മൈൻക്രാഫ്റ്റ് ഇതേപോലെ റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗമായിരിക്കും. പക്ഷെ റിയൽ മൈൻക്രാഫ്റ്റിന് ടോർച്ച് എപ്പോഴും ഓണായിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും നമ്മളുടെ ആ സംഭവം, അതായത് ടോർച്ച് എപ്പോഴും ഒന്നും നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം എനിക്ക് കറക്റ്റ്, ഞാൻ അങ്ങനെ റിയൽ മൈൻക്രാഫ്റ്റൊന്നും കളിച്ചിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ വെക്കാൻ പറ്റുമോ. സോ നമ്മൾ ഇവിടൊക്കെ കോൺക്വർ ചെയ്തെന്ന അർത്ഥത്തിൽ വെക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഓരോ വഴി നമ്മളിങ്ങനെ തപ്പി ഇറങ്ങുമ്പോഴായിരിക്കും. നമ്മുടെ ഫുഡിന്റെ ലെവൽ
എപ്പോഴാണ് നമ്മളെ ഫുഡിന്റെ ലെവൽ കുറയുന്നത് ഞാനിന്ന് കാണുന്നത്. അയ്യോ, നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം ഇതിനകത്തുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാനും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി പണിയുണ്ടോ നമുക്കിവിടെ. നമ്മൾ ഈ വില്ലേജറിന്റെ മാസ്റ്റർ ആകും കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് ചിലവർക്കറിയാം. അതായത് നമ്മൾ ഈ വില്ലേജ്, അതായത് ഈ വില്ലേജിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ, അതായത് നമ്മളുടേതാക്കണം. അത്രേ ഉള്ളൂ നമുക്ക് പണി. വില്ലേജ് കോൺക്വയർ ചെയ്യണം. സോ അങ്ങനെ വില്ലേജ് കോൺക്വയർ ചെയ്താണ് നമ്മളുടെ ഈ നമ്മളെ എൻചാൻമെന്റ് ഒക്കെ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയായിരിക്കും അതൊക്കെ. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇച്ചിരി ലോങ് ആയി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. സോ നമ്മളതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മളെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണോ അതോ നമുക്ക് ഇതും കൂടി ഒന്ന് മൈൻഡ് ചെയ്തിട്ട്, സോറി മൈൻഡ് ചെയ്യണ്ട, ഇതൊന്നും കൂടി നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇത് വെച്ച് എന്ത് കിട്ടുമെന്ന്, എന്താണ് സംഭവം എന്നെങ്കിലും നമുക്ക് അറിയേണ്ടിയിരുന്നു. സോ ക്യാക്ടസ് അല്ലേ ഇത്, എന്ത് സംഭവം? യെസ്, ക്യാക്ടസ്. സോ നമുക്ക് ക്യാക്ടസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും അവിടെ ക്രോസിടാം. ഓ, നമുക്ക് ക്യാക്ടസ് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഫർണസ് കൊണ്ടിട്ട് വേവിക്കാൻ വല്ലതും പറ്റും. വേവിക്കാൻ പറ്റത്തൊന്നുമില്ലായിരിക്കും. നമ്മള് ഗ്രീൻ ഡൈ വരെ ഉണ്ടാക്കി, എന്റെ പൊന്നെ. സോ നമ്മളെ വെപ്പണ്ണാത്തോട്ടല്ലേ ഇത് പോണ്ടേ, അങ്ങോട്ട് പോടാ. സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമ്മൾ അടുത്തൊരു മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു നമ്മളെ കിടുക്കാച്ചൊരു വീഡിയോ, ഇതേപോലുള്ള കിടുക്കാച്ചൊരു വീഡിയോ നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് വരാം, ബൈ ബൈ.